ഗുഡ് മോർണിംഗ്. ടൈനി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ്. അപ്പം സൺഡേ ആയിട്ട് രാവിലെ ഇങ്ങനെ ഇന്ന് എന്ത് വെറൈറ്റി പിടിക്കാമെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയതാണ്. ഇന്നൊരു പൊതിച്ചോറ് ഡേ ആക്കിയാലോ എന്നൊരാശയം. അങ്ങനെ ആ ആശയത്തിൻ്റെ പുറത്ത് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ കിച്ചൺ. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് പൊതിച്ചോറുണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ്. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത്. വിചാരിച്ചു ഇന്ന് കഴിയോടെ അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന്. അപ്പോൾ പൊതിച്ചോറിന് വേണ്ടി ഞാൻ ചോറ് രാവിലെ തന്നെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ വേവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചോറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ തിളപ്പിച്ച് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത കറികളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ പൊതിച്ചോറിന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ക്യാബേജ് തോരൻ, പയറ് മെഴുക്കുവരട്ടി, പിന്നെ ഒരു ചമ്മന്തി, പിന്നെ എന്താ ഉണ്ടാക്കുക, പിന്നെ ഒരു മുട്ട ഒന്നുകിൽ പൊരിക്കാം, ഇല്ലെങ്കിൽ മുട്ട അവിയൽ റെഡിയാക്കാം, പിന്നെ ഒരു ഫിഷ് ഫ്രൈ, അച്ചാർ. ഇത്രയും മതി, അല്ലെങ്കിൽ അഹങ്കാരമായി പോകും. കുറച്ച് കൂടി നമുക്ക് അഹങ്കാരം വരും. അപ്പോൾ ഇത്രയും ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള തോരനിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് തോരനുള്ള ക്യാബേജ് നേരത്തെ ഏട്ടൻ എനിക്ക് ചെത്തി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ക്യാബേജ് ഞാൻ കട്ട് ചെയ്തില്ല. ചിലർ കൊത്തി അരിയും എന്ന് പറയും ക്യാബേജ്, പക്ഷെ ഞാൻ കൊത്തി അരിയാറില്ല. നമ്മളിത് ചെത്തി എടുക്കുക ചെയ്യുന്നത്. പിന്നെ പയറ് മെഴുക്കുവരട്ടിക്കുള്ള പയറും ഏട്ടൻ എനിക്ക് കട്ട് ചെയ്ത് വെച്ച് തന്നിട്ടാണ് പോയത്. അപ്പോൾ അത് രണ്ടും ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും തിരികെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രോജക്റ്റ് ആയിട്ടുള്ള ക്യാബേജ് തോരനിലേക്ക് കിടക്കണം. ക്യാബേജ് തോരൻ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നമ്മുടെ ഫസ്റ്റ് പരിപാടിയായ ക്യാബേജ് തോരൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ മിക്കവാറും തോരനാണെങ്കിലും മെഴുക്കുവരട്ടിക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന പാനാണ് ഇത്. ഇതെനിക്കൊരു കംഫർട്ട് പാനാണ്, അതുകൊണ്ട് ഞാൻ മിക്കവാറും എല്ലാത്തിനും യൂസ് ചെയ്യാറ് ഈ പാനായിരിക്കും. ഇതൊരു കുക്കിംഗ് വ്ലോഗായിട്ടൊന്നും കാണണ്ട, കാരണം ഞാനൊരു നല്ല കുക്കല്ല, ഒരു ബെസ്റ്റ് കുക്കൊന്നുമല്ല. ഞാൻ ഒരു അത്യാവശ്യം സാമാന്യം തെറ്റില്ലാത്ത രീതിക്ക് കുക്ക് ചെയ്യും, അങ്ങനത്തെ ഒരു കുക്കാണ്. അപ്പോൾ ഇത് കുക്കിംഗ് വ്ലോഗായിട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കുക്ക് ചെയ്യാറ് എന്നുള്ളൊരു വീഡിയോയാണ് ഇന്നത്തെ എൻ്റെ വ്ലോഗിലൂടെ കാണുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് ഞാൻ പാൻ നല്ല ചൂടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച ഉടൻ കടുക് ഇട്ടത്. അല്ലെങ്കിൽ നോർമലി കടുക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമേ ഇടാവൂ. അപ്പോൾ എൻ്റെ നല്ല ചൂടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇട്ടത്. അടുത്ത പരിപാടി കുറച്ച് ഉഴുന്ന്. എത്ര പേര് ഇതിടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെ ഇത് എൻ്റെ അമ്മയും അങ്ങനെ അധികമായിട്ട് ഉഴുന്നതിലിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഏട്ടൻ്റെ അമ്മ കുക്ക് ചെയ്യുമ്പോൾ തോരൻ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഉഴുന്നിടും, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിയൽ പഠിച്ചതാണ് ഞാൻ. അപ്പോൾ ഉഴുന്ന് വേറൊന്നുമല്ല, കരിവേപ്പിലയിൽ ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു, അതിൻ്റെ എഫക്റ്റാണ് ഈ കണ്ടത്. പിന്നെ ക്യാബേജും സവോളയും. ചിലർ ഒരുപാട് സവോള ഇടും കേട്ടോ നന്നായിട്ട് ക്യാബേജ് തോരനിൽ. പക്ഷെ ഞാനൊരു സവോള ലവറല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ചേ സവാള ഇടാറുള്ളൂ. എനിക്കങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് സവാള ഇടുന്നതിനോട് താല്പര്യമില്ല. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണമേ, ഇത് വേവാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് വേവും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാബേജ് അതിൽ നിന്ന് വേവട്ടെ. ഞാൻ ഒന്ന് തീ കുറച്ച് വെക്കുകയാണ്, കാരണം ഇല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കാം. തോരനിൽ നിന്ന് തേങ്ങ. സത്യത്തിൽ നമ്മൾ ഇങ്ങോട്ട് ഈ ട്രിവാൻഡ്രം, കൊല്ലം ആ റീജിയനിലുള്ളവരാണ് മെയിൻലി തേങ്ങ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അങ്ങോട്ടൊക്കെ ഉള്ളവർ, നോർത്ത് കേരള, അവരൊന്നും തേങ്ങ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല തോരൻ. അവർ തോരൻ അല്ല പറയാറ്, ഉപ്പേരി ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അവർ വെജിറ്റബിൾസ് മാത്രം മസാല ചെയ്ത് എടുക്കുകയുള്ളൂ. ഈ തേങ്ങയുടെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത് നമുക്കാണ്. അപ്പോൾ തേങ്ങ, ജീരകം, പിന്നെ വെളുത്തുള്ളി ഞാൻ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഈ സാധനം ഒന്ന് നോക്കിയില്ലെങ്കിൽ അത് കരിയും. ഈ ചീര, ക്യാബേജ് ഇതിനൊക്കെ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന സമയത്ത്, അതായത് അടുപ്പിലേക്ക് വയ്ക്കുന്ന സമയത്ത് ആ പാത്രം നിറഞ്ഞങ്ങ് നിൽക്കും. പക്ഷേ വെന്ത് കഴിയുമ്പോൾ അങ്ങ് ചൊട്ടി ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായി മാറും. വളരെ കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ വയ്ക്കുന്ന സമയത്താണെങ്കിൽ
നിറഞ്ഞു നിൽക്കും. പിന്നെ മുളക് പൊടി, ഇനി കൂട്ടിലോട്ടാണ് മുളക് പൊടി ഇടുന്നത്. അപ്പോൾ എൻ്റെ ക്യാബേജ് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച കൂട്ടും കൂടെ ഇടണേ. ചിലർ ഇത് ക്രഷ് ചെയ്തെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കൂട്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ആ കൂട്ട് അങ്ങനെ തന്നെ കാണും. തേങ്ങ ഓൾറെഡി നമ്മൾ തിരുവി എടുക്കുവാണല്ലോ, അപ്പോൾ പിന്നെ വീണ്ടും അത് ഞാൻ ക്രഷ് ആക്കത്തില്ല. അങ്ങനെ തന്നെ അതിലേക്ക് അങ്ങ്. അപ്പോൾ ഇനി ഈ മസാല ഇതിലങ്ങോട്ട് പിടിക്കട്ടെ. എൻ്റെ ക്യാബേജ് തോരൻ സെറ്റായി. ഇനി അടുത്ത് നമുക്ക് പയറ് മെഴുക്കുവരട്ടിയിലേക്ക് പോകാം. അപ്പോൾ അടുത്ത് പയറ് മെഴുക്കുവരട്ടിയിലേക്കാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു. ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കടുക്, അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് വെളുത്തുള്ളി, പച്ചമുളക്. ഞാൻ പറയുന്ന വോയിസ് എത്ര ഇതിൽ കേൾക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിൽ പണി നടക്കുകയാണ്. അപ്പോൾ അവർ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വോയിസ് ഇതിനിടയ്ക്ക് മിക്സ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ കൂടെ കരിവേപ്പിലയും കൂടെ. കരിവേപ്പില വിട്ടൊരു കളിയില്ല. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ പയറും സവോളയുമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ. ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാതെ മെഴുക്കുവരട്ടാൻ വെച്ചിട്ട് ഞാൻ അടുത്ത ബർണറിൽ മുട്ട അവിക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. അവിയലിനുള്ള മുട്ട അവിക്കാനും കൂടെ വെച്ചു. അപ്പോൾ എൻ്റെ പയർ ഒരുവിധം വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ശകലം മുളക് പൊടിയും, അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി കുറച്ചായിരുന്നുള്ളൂ. പിന്നെ പേരിന് മസാലയും കൂടെ. ചിലർ മുളക് പൊടി മാത്രമേ ഇടുവേ. ഞാൻ ശകല മസാല ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ശകല മസാലയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കുവാണ്. ഒരു മെഴുക്കുവരട്ടിയും സെറ്റായി. ഇനി നെക്സ്റ്റ് പരിപാടി നമ്മുടെ പൊതിച്ചോറിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ, മുളക് പൊടി, ഉപ്പ്, ജീരകം, പിന്നെ ഒരു ശകലം പുളി, ഒരു തുണ്ട് പുളി, പിന്നെ 2 ചെറിയ ഉള്ളിയും കൂടെ. ഇത്രയും കൂടെ ഇട്ട് അതൊന്ന് അരച്ചെടുക്കാം. ചമ്മന്തി സെറ്റായി കഴിഞ്ഞു. ഞാൻ അരയ്ക്കുന്നതിന് മുന്നേ പറയാത്ത 2 സാധനവും കൂടി ഇതിലോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും. ഇത് രണ്ടും കൂടെ ഇട്ടാണ് ഞാൻ അരച്ചത്. പച്ചമുളകും കരിവേപ്പിലയും അവസാനം ലാസ്റ്റത്തെ ഒരു അരപ്പിന് മുന്നേ ഇടുവന്നേ ഉള്ളൂ. അടുത്തത് ഞാൻ എൻ്റെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. അപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്നത് രസം വെച്ചതാണ്. ഞാൻ സത്യത്തിൽ രസം ഉണ്ടാക്കിയ സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സമയം ഉച്ചയോട് അടുത്തതുകൊണ്ട് ഞാൻ ആ വെപ്രാളത്തിൽ പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ട് വെച്ചതാണ്. തിളയ്ക്കാറായപ്പോഴാണ് ഞാൻ ആ വലിയ സത്യം ഓർത്തത്, ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് അടുത്ത് ഫിഷ് ഇടാം. അപ്പോൾ എൻ്റെ രസം തിളച്ചു. ഫിഷും പാതി ഫ്രൈ ആയി. മറ്റേ സൈഡ് തിരിച്ചിട്ടേക്കുവാണ് അടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കാനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ടാണ് അതിൻ്റെ കൂട്ട് നമ്മൾ സെറ്റാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് പൊട്ടറ്റോ, നമ്മുടെ മുരിങ്ങക്കായ, പിന്നെ പച്ചമുളക്, ഇത് 3ഉം കൂടെ നമ്മൾ അരിഞ്ഞ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ചതച്ചെടുത്തത് വെള്ളവും കൂടെ ചേർത്താണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആ അരപ്പും കൂടെ ചേർത്ത് നമ്മൾ കലക്കി വയ്ക്കുവാണ്. ഇതൊന്ന് വേവിക്കും. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നതും എല്ലാം കൂടെ ഒരുമിച്ച് കലക്കി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോയും മുരിങ്ങക്കയും വേവുന്ന തരത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്താണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ വെള്ളം വറ്റുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞിട്ട പൊട്ടറ്റോയൊക്കെ വെന്തും കൂടെ കിട്ടും. അപ്പോൾ ഒരു അടുപ്പിൽ എൻ്റെ അവിയൽ സെറ്റാവുകയാണ്. മറ്റേതിൽ ഞാൻ പപ്പടം പൊള്ളിക്കാൻ, ഭംഗിക്ക് 2 പപ്പടം എന്ന് പറയുന്നത് പോലെ പപ്പടവും കൂടെ പൊള്ളിച്ചെടുക്കാൻ വിചാരിച്ചു. അവിയൽ സെറ്റായി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് അതിൻ്റെ പുറത്തൊന്ന് തൂവിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനിടയിൽ ഞാൻ ഒരു സാലഡും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫൈനലി എൻ്റെ കുക്കിംഗ് ഒക്കെ കംപ്ലീറ്റഡ് ആയി. അത് കഴിഞ്ഞിട്ട് ഇനി പൊതിച്ചോറ് കെട്ടുക എന്നുള്ള പ്രക്രിയയിലേക്ക് ഇറങ്ങുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ ഇല വാട്ടിയെടുക്കുന്നത് കഴിഞ്ഞു. അത് കഴിഞ്ഞത് അതിലേക്ക് ചോറ് വെച്ചു. അത് കഴിഞ്ഞ് അതിൽ ഫസ്റ്റ് കറിയായിട്ടുള്ള നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ക്യാബേജ് തോരൻ,
രണ്ടാമത് വെച്ചത് പയറ് മെഴുക്ക് പുരട്ടിയാണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ പീസ് ഐറ്റമായിട്ടുള്ള ചമ്മന്തി. പിന്നെ അടുത്ത് വെച്ചത് മാങ്ങ അച്ചാറാണ്. ഇതൊരു വെജ് പൊതിച്ചോറാണ്, അതുകൊണ്ട് ഇതിൽ നോൺ വെജ് ഞാൻ വെച്ചിട്ടില്ല. 2 പപ്പടം ഭംഗിക്ക് കൂടെ വെച്ചു. ഇത് ഞാൻ അച്ഛന് വേണ്ടിയിട്ട് പൊതിഞ്ഞത്. അപ്പോൾ അച്ഛന് വെജ് മതി എന്ന് പറഞ്ഞാൽ അച്ഛൻ വ്രതത്തിലാണ്. അപ്പോൾ അച്ഛന് വെജ് മതി എന്ന് പറഞ്ഞിട്ട് അച്ഛന് ഞാൻ വെജ് പൊതിച്ചോറ് ആദ്യം പൊതിഞ്ഞ് മാറ്റുവാണ്. അപ്പോൾ ഇതിൽ ഞാൻ നോൺ വെജ് ഐറ്റംസ് ഒന്നും വെച്ചിട്ടില്ല. ഇനി ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് പൊതിച്ചോറ് പൊതിയുന്നതിലുള്ള. കുക്ക് ചെയ്യും, പൊതിയുന്നത് ഏട്ടനോ അച്ഛനോ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലുള്ള ട്രൈ ഒക്കെ വാരി വിതറി വല്ല വിധേനയും പൊതിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പൊതിച്ചോറ് റെഡിയായി. ഫൈനലി ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. എൻ്റെ പൊതിച്ചോറ് റെഡിയായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ബൈ.